ിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഹോം സിനിമ എന്നത് സാധാരണ സിനിമകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. ഇത് സമാന്തര സിനിമ തന്നെയാണ്. സാധാരണ സിനിമകൾ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമ്പോൾ ഹോം സിനിമകൾ വീടുകളിലാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സലാം കൊടിയത്തൂർ സാറാണ്. ഹോം സിനിമ സംവിധായകനും തിരക്കഥാകൃത്തുമാണ്. അദ്ദേഹം ഒരു റിട്ടയർഡ് ടീച്ചറാണ്. കോഴിക്കോട് ആകാശവാണി ഡ്രാമ ആർട്ടിസ്റ്റാണ്. ഏറെ സ്നേഹത്തോടെ ആദരവോടെ സലാം കൊടിയത്തൂർ സാറിനെ ഡിവിഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഏവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജ് ആയിട്ടുള്ള ജസീറ മാഡം, മറ്റ് ടീം മെമ്പേഴ്സ് എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ എടുക്കുന്നതിന് വേണ്ടി സലാം സാറിനെ ക്ഷണിക്കുന്നു. സർ. പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച ഡിവിഷൻ ഡയറക്ടർക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാം ആദ്യമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സർഗശേഷി എങ്ങനെ വളർത്താം എന്നതാണ് നമ്മളിന്ന് ചർച്ചയ്ക്ക് വെക്കുന്ന ഒരു വിഷയം. പണ്ട് കാലത്ത് നമുക്കറിയാം, ഈ ആളുകളുടെ സർഗശേഷികൾ, സർഗാത്മക കഴിവുകൾ വളരെ കുറച്ച് മാത്രമേ പുറത്തു വന്നിരുന്നുള്ളൂ. വളരെ കുറച്ച് ആളുകളുടേത് മാത്രമേ വന്നിരുന്നുള്ളൂ. എത്രയോ കഴിവുള്ള, സർഗശേഷിയുള്ള എത്രയോ ആളുകൾ ഒന്നും പ്രകടിപ്പിക്കാൻ കഴിയാതെ കാലം അവരെ കൊണ്ടുപോയിട്ടുണ്ട്. പണ്ട് ഈ ഗ്രൂപ്പിലുള്ള ആളുകളുടെ പ്രായമൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും പഴയ ആളുകൾക്ക് അറിയാം. നമ്മൾക്കൊരു കഥ ഒരു പത്രത്തിലൊന്ന് പ്രസിദ്ധീകരിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഈ കഥ പത്രാധിപർക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് അതിന് പ്രസിദ്ധീകരിക്കുന്നില്ലെങ്കിൽ റിട്ടേൺ വരാൻ വേണ്ടിയിട്ട് ഒരു കവറ് വേറെ നമ്മളെ സ്വന്തം അഡ്രസ്സ് ചെയ്തിട്ട് അതും വെക്കണം. അത് പ്രസിദ്ധീകരിക്കോ ഇല്ലെന്ന് അറിയുന്നത് ഇത് റിട്ടേൺ കവർ വരുമ്പോഴാണ്. ചിലപ്പോൾ അത് 2-3 ആഴ്ച, അല്ലെ 1 മാസം 2 മാസമൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് അയച്ച അതേ സാധനം നമ്മുടെ റിട്ടേൺ കവറിലേക്ക് തിരിച്ചു വരുന്നത്. എപ്പോഴും മനസ്സിലാവും അത് പ്രസിദ്ധീകരിക്കുന്നില്ല എന്നുള്ളത്. അതുവരെ പ്രസിദ്ധീകരിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഈ ഘട്ടങ്ങളെയൊക്കെ അതിജീവിച്ച് കലാരംഗത്തേക്കും സാഹിത്യരംഗത്തേക്കൊക്കെ എത്തിയ വളരെ കുറച്ച് ആളുകളെ പഴയ കാലത്ത് ഉള്ളൂ. അതുകൊണ്ട് അവരെന്നും വളരെ ഹൈലൈറ്റിൽ നിൽക്കാനുള്ളൊരു കാരണം അതാണ്. ഇന്ന് കാലം മാറി എന്ന് പറഞ്ഞാൽ പോലെ ഒരുപാട് മാറി, പെട്ടെന്ന് മാറി. ഇന്ന് നമുക്കൊരു കഥ പ്രസിദ്ധീകരിക്കാൻ പത്രാധിപരെ സമീപിക്കേണ്ടതില്ല. കാരണം നമുക്ക് സ്വന്തമായി തന്നെ പത്രമാധ്യമമുണ്ട്. ഫേസ്ബുക്ക് അതിനുള്ളതാണ്. ഒരു ആൾക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, അല്ലെ പാട്ട് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ, ചിത്രം വരക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എല്ലാം അത് വീഡിയോയിൽ പകർത്തിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. നമ്മൾ ചാനൽ ഡയറക്ടർമാരും ചാനൽ മുതലാളിമാരുമായിട്ട് മാറിയിട്ടുണ്ട്. ഒക്കെ സൗജന്യമാണ്. ഫേസ്ബുക്കിന് ഫീസ് കൊടുക്കണ്ട, യൂട്യൂബിന് ഫീസ് കൊടുക്കണ്ട, ഇൻസ്റ്റഗ്രാമിന് ഫീസ് കൊടുക്കണ്ട, ഒന്നും വേണ്ട. നമ്മൾ ആ കഴിവ് പ്രകടിപ്പിച്ചാൽ മതി. അങ്ങനെ എല്ലാവർക്കും സ്വന്തമായി ചാനലും സ്വന്തമായി പത്രങ്ങളും എല്ലാം ഉള്ള ഒരു കാലത്താണ് ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ റീൽസൊക്കെ വന്നതിന് ശേഷം ഒരുപാട് കുടുംബങ്ങൾ, ദമ്പതികളും കുട്ടികളും ഉമ്മമാരും അമ്മമാരും ഫാമിലി മൊത്തം പല വിഷയങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് റീൽസായിട്ട് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലതും വളരെ കിടിലം പ്രമേയങ്ങളും വളരെ ചില കോമഡികളൊക്കെ, അസാധ്യ കോമഡികളൊക്കെ ചെയ്യുന്നൊരു കാലമാണ്. അത്രയ്ക്ക് സർഗാത്മകത വളരാനും വളർത്താനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മുന്നിൽ. പക്ഷെ ഇപ്പോൾ ഉള്ള ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഭയങ്കര സ്പീഡാണ് ആളുകൾക്ക്. എല്ലാത്തിനും റിസൾട്ട് വളരെ പെട്ടെന്ന് കിട്ടണം, ഫീഡ്ബാക്ക് വളരെ പെട്ടെന്ന് കിട്ടണം. അതുകൊണ്ട് പല ആളുകളും
എന്തെങ്കിലും ഒരു ചെറിയ സംഗതി ചെയ്താൽ അതിന് ലൈക്കും കമൻറ്റും കാത്തിരിക്കുകയാണ്, അതിൻ്റെ അപ്രീസിയേഷന് വേണ്ടി കാത്തിരിക്കുകയാണ്, അതിനെ യാചിക്കുകയാണ്. പല ആൾക്കും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് യാചിക്കുന്നൊരു അവസ്ഥയുണ്ട്. ഇതൊരു നല്ല പ്രവണത ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ വളരെ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് കാലം കാത്തിരിക്കുന്നുണ്ട്. വളരെ പെർഫെക്റ്റ് ആയിട്ട് ചില സംഗതി, ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അതിൻ്റെ എല്ലാ സംഗതികളും പഠിച്ച് മനസ്സിലാക്കിയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത്. ഈ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കാണുന്നവന് എത്രമാത്രം പെർഫെക്ഷൻ ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റേ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് ഡയറക്ഷൻ കോഴ്സ് പാസ്സായി വന്ന ആളുകൾ ചിലപ്പോൾ ഒരു ഷോർട്ട് ഫിലിം പോലും ചെയ്യാതിരുന്നിട്ടുണ്ട്. കാരണം അവർ ഇതിൻ്റെ എല്ലാ നിയമവശങ്ങളും പഠിച്ചിട്ട് അതിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ട് കാത്തിരുന്ന് ഒന്നും ചെയ്യാതായി പോയിട്ടുണ്ട്. ഇത് പിന്നെ നമ്മളെ ഈ സർഗശേഷിയെ അല്ലെങ്കിൽ നമ്മുടെ സർഗാത്മകതയെ ജനങ്ങളെ മുന്നിൽ എത്തിക്കാനുള്ള ഒരു തടസ്സമാണ്. കൂടുതൽ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ചെയ്യുക എന്നുള്ളത്. ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരുണ്ടാവട്ടോ. ഞാൻ എൻ്റെ ഒരു വീക്ഷണമാണ് പറയുന്നത്. അപ്പോൾ ആമുഖമായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഇനി നമ്മുടെയൊക്കെ വീട്ടിൽ വളരുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ സർഗാത്മക കഴിവുകൾ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എൻ്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഇത്തരം മേഖലകൾ, പല മേഖലയായി ഈ സർഗാത്മകത പറയുമ്പോൾ ഒന്ന് രണ്ട് ഫിലിമിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നല്ലാതെ അത് മാത്രമൊന്നല്ല, ഒരുപാട് മേഖലകളുണ്ട്. അതിലൊക്കെ വ്യത്യസ്ത മേഖലകളിൽ കഴിവുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു ഗുണം ഈ സംസാരം കൊണ്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. ഈ സ്വന്തമായിട്ട് ജന്മനാ ഉള്ള ഒരു സർഗശേഷിയെ മാത്രമേ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ചില ആളുകൾക്ക് ഇല്ലാത്ത സർഗശേഷി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിയ ചില ആളുകളുണ്ട്. ഉദാഹരണമായിട്ട് ഒരു സിനിമയുടെ തിരക്കഥ ഒരാളെ കൊണ്ട് എഴുതിക്കുക, തിരക്കഥ എഴുതാൻ അറിയുന്ന ഒരാളെ കൊണ്ട് എഴുതിച്ചിട്ട് അയാൾക്ക് കാശ് കൊടുത്തിട്ട് ആ തിരക്കഥ എഴുതിച്ച ആളുടെ പേരിലേക്ക് മാറ്റുക. അങ്ങനെ പേര് മാത്രം ഉപയോഗപ്പെടുത്തുക, അതിന് കാശ് കൊടുത്ത് പേര് മാത്രം ഉപയോഗപ്പെടുത്തുക. നമ്മൾ തന്നെ നമ്മൾക്ക് അവാർഡ് ഉണ്ടാക്കാനുള്ള പരിപാടികൾ ഉണ്ടാക്കുക, നമ്മൾ തന്നെ മറ്റുള്ള ഒരാളെ വെച്ച് ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ട് ഡയറക്ടർ എന്നുള്ള പേരിൽ കാശ് കൊടുത്തവൻ്റെ പേരാക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഗതി ഇതിൻ്റെ ഇടയ്ക്ക് നടന്നു പോകുന്നുണ്ട്. പല മേഖലകളുണ്ട്. പഴയ കാലത്തൊക്കെ കഥ എഴുതിപ്പിച്ച് അതിന് കാശ് കൊടുത്ത് സ്വന്തം പേരിലാക്കിയ അവസ്ഥകൾ മുതൽ പലതുണ്ട്. കഥ, കവിത, എല്ലാം നോവലുകൾ വരെ ഉണ്ട്. പഴയ കാലത്ത് പല ആളുകളും തൂലികാനാമത്തിൽ എഴുതിയിരുന്നതൊക്കെ സ്വന്തം രചനകളല്ലാത്ത കേസുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. ഇതൊക്കെ ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ അവസാനിച്ചു പോകും. അപ്പം അതുകൊണ്ട് പിന്നെ ആ വിഷയത്തിനെ കുറിച്ചല്ല, അത്തരം ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ജന്മനാ തന്നെ സർഗശേഷിയുള്ള ആളുകൾ. ഇത് എങ്ങനെ കണ്ടെത്താമെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ മറുപടി ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഓരോ കുട്ടികളുടെയും അല്ലെ ഓരോ മനുഷ്യൻ്റെയും സർഗാത്മകത വളരെ വ്യത്യസ്തമാണ്, വ്യത്യസ്ത മേഖലകളിലുള്ളതാണ്. ചെറിയൊരു രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒഴിവ് സമയത്ത് അല്ലെങ്കിൽ ഒഴിവുണ്ടാക്കിയിട്ടൊക്കെ നമ്മൾ ചില പ്രത്യേക കാര്യങ്ങളിലേക്ക് മുഴുകും. ആ മുഴുകുന്ന സംഗതികൾ നമുക്ക് ബോറടിക്കാതിരിക്കുക, എത്ര സമയം വേണമെങ്കിലും അതിൽ ചെലവഴിക്കുക. അങ്ങനെയുള്ള ഒരു മേഖല നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ സർഗാത്മകതയുടെ ഒരു ഏരിയ അതാണ്. ഒരാൾ ഒഴിവുള്ള സമയത്ത് ചിത്രം വരക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ചായ എടുത്തു വെച്ചാലും കുടിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ ഒരു ഫോൺ വന്നാൽ സംസാരിക്കാൻ സമയമില്ല, അല്ല മറ്റൊരു കാര്യത്തിലേക്ക് ചിന്തിക്കാൻ അയാൾ വിളിച്ചാൽ തന്നെ ചിലപ്പോൾ അയാൾ കേൾക്കുന്നില്ല. അത്രയ്ക്ക് ഇതിൽ മുഴുകിയിരിക്കുകയും എത്ര സമയം വേണമെങ്കിലും അതിലിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ സർഗാത്മക ഏരിയ ശരിക്ക് അതാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ഓരോ സംഗതികൾ ഓരോരുത്തർക്ക് പരിശോധിച്ചിട്ട് അവരുടെ മേഖല കണ്ടെത്താം. അതുപോലെ പ്രത്യേകിച്ച് കുട്ടികളുടെ ഈ സർഗശേഷി കണ്ടെത്താം. ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ശരിക്കും അവർക്ക് വേണ്ടത് നല്ല പ്രോത്സാഹനമാണ്.
ഇപ്പോൾ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ധൃതി പിടിച്ച ഒരു കാലത്താണ് എല്ലാം. എന്തെങ്കിലും ഒന്ന് ചെയ്താലും ഉടനെ തന്നെ അതിൻ്റെ ഹിറ്റാവണം, വൈറലാവണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിനുള്ള ഒരു പഠനമാണ് ആദ്യം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. കാരണം ഇത് പെട്ടെന്ന് നേടിയെടുക്കേണ്ട ഒരു സംഗതിയല്ല, കാലക്രമേണ കൊണ്ട് നേടിയെടുക്കേണ്ടതാണ്. എല്ലാം പൂർത്തിയായി പെർഫെക്ഷനായിട്ട് ചെയ്യേണ്ടതുമല്ല, ചെയ്തു തുടങ്ങുകയും അതിലുള്ള വീഴ്ചകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പം ഇവിടെ സംഭവിക്കുന്ന ഒരു അബദ്ധം ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പം നമ്മളൊരു കവിത എഴുതിയെന്ന് വിചാരിക്കുക. കുഴപ്പമില്ലാത്തൊരു കവിതയാണ് നമുക്ക് തന്നെ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ആ കവിത ആദ്യം കാണിച്ചു കൊടുക്കുന്ന ആരായിരിക്കും? മറ്റൊരു കവിയായിരിക്കും കാണിച്ചു കൊടുക്കുക. കവിതനെ കുറിച്ച് ആധികാരികമായി പറയേണ്ടത് മറ്റൊരു കവിയാണല്ലോ. അപ്പോൾ മറ്റൊരു കവിയാണ് നമ്മളെ കാണിച്ചു കൊടുക്കുക. ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. നമ്മളൊരു അഭിപ്രായം ഒരാളോട് ചോദിക്കുമ്പോൾ തന്നെ അതറിയാം, നമുക്ക് പോസിറ്റീവായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് മറുപടി വരും. ഒന്ന്, ഈ കവിത ഒന്നിനും കൊള്ളൂല എങ്കിൽ, ഒരു മോശപ്പെട്ട കവിത ആണെങ്കിൽ, അല്ലെ കവിതയുടെ ഒരു നിലവാരവും അതിന് പുലർത്തിയിട്ടില്ലെങ്കിൽ, ആ കവി, വിലയിരുത്തുന്ന കവി പറയും വളരെ നന്നായിട്ടുണ്ട്, ഇനി എഴുതണം, മികച്ചതായിട്ടുണ്ട്, ഇത് പത്രങ്ങൾക്കൊക്കെ അയച്ചു കൊടുക്കണം, പ്രസിദ്ധീകരിക്കും എന്നൊക്കെ പറയും. കാരണം മറ്റേ കവിക്ക് അറിയാതെ പിന്നെ ഇയാൾ ഈ കോലത്തിൽ പോയാൽ എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് അയാളെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ഇയാൾക്ക് നഷ്ടങ്ങളൊന്നുമില്ല. അതേസമയത്ത് നല്ലൊരു മികച്ച കവിതയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റും പറയാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഇതൊക്കെ കവിതയാണോ, ഇങ്ങനെയാണോ കവിത എഴുതുന്നത്, ഇങ്ങനെ കവിത എഴുതിയാൽ ഇത് ആരാണ് അംഗീകരിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് നിരാശപ്പെടുത്തി കളയും. അങ്ങനെ പ്രശ്നമില്ല. അതായത് ഒരേ ഫീൽഡിലുള്ള ആളുകളെ കൊണ്ട് ഒരു സംഗതി മാർക്കടിക്കരുത്. ഇത് ഞാൻ എൻ്റെ ഒരു വീക്ഷണം പറയുന്നതാണ്, അനുഭവത്തിൽ നിന്നുകൂടി പറയുന്നത് കേട്ടോ, കവിതയുടെ അനുഭവം അല്ല മാത്രം. ഒരു തിരക്കഥ എഴുതി കഴിഞ്ഞാൽ തിരക്കഥാകൃത്തിനോട് അഭിപ്രായം ചോദിക്കാൻ പാടില്ല. ഒരു കഥ എഴുതിയിട്ടുണ്ട്, ഒരു കഥാകൃത്തിനോട് അഭിപ്രായം ചോദിക്കരുത്. നമുക്ക് ശരിക്ക് അഭിപ്രായം കിട്ടേണ്ടത് ആസ്വാദകരെടുത്തുനിന്നാണ്. അതുകൊണ്ട് ആ മേഖലയിലുള്ള ആളുകളെ മാറ്റി നിർത്തുക, എന്നിട്ട് ആസ്വാദകരെടുത്തുനിന്ന് അഭിപ്രായങ്ങൾ തേടുകയാണ് വേണ്ടത് ഒന്നുകിൽ. അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നന്നായിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ, സ്വന്തം പേരിൽ അത് പ്രസിദ്ധീകരിക്കാനോ മറ്റോ മടിയുണ്ടെങ്കിൽ ഒരു തൂലികാനാമം കണ്ടെത്തണം, നമ്മുടെ പേരിലായെന്ന് തോന്നണ്ട. ചിലപ്പോൾ ചില ആളുകൾ പിന്നെ എന്തെങ്കിലും ഒരു സൃഷ്ടിയിട്ടായിട്ടില്ല, അവരെ ചങ്ക് ബ്രോസിനോടാണ് ആദ്യം പറയാം, ഞാനിങ്ങനെ സംഗതി ചെയ്തിട്ടുണ്ട്. ഈ ചങ്ക് ബ്രോസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, ടൂർ പോകാനും ഒരുമിച്ചിരുന്ന് ഫുഡ് അടിക്കാനും മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ് പരിപാടികളിലൊക്കെയാണ് ഇവർ സഹകരിക്കലും അല്ലെങ്കിൽ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാവുള്ളൂ. സർഗാത്മകമായ ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ ഇത്തരം ക്രിയേറ്റിവിറ്റി മേഖലകളിലൊന്നും എല്ലാവരും കിട്ടൂല. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരുത്തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സർഗാത്മക സൃഷ്ടി പ്രസൻറ്റ് ചെയ്ത് അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്താൽ അവർ പലപ്പോഴും ചിലപ്പോൾ വളരെ നെഗറ്റീവ് റിവ്യൂ ആയിട്ട് എടുക്കുക. ഇത് ഇവനെ വല്ലാതെ തളർത്തി കളയും. അപ്പോൾ ഇത് ചങ്ക് ബ്രോസിനോട് നല്ലതൊന്നും കൊണ്ട് ആദ്യം പറയണ്ടേ. ഒന്ന്, ഇനിയിപ്പോൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ, ചങ്ക് ബ്രോസിനോടൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരു സൃഷ്ടിയെ കാണിച്ചു കൊടുത്തിട്ട് നമ്മുടേതാന്ന് പറയരുത്, മറ്റൊരാളുടെ പേരാണ് പറഞ്ഞിട്ട് ഇത് ഇന്ന ആളെ എഴുതിയ കവിതയാണ്, ഇന്ന ആളെ എഴുതിയ കഥയാണ്, അല്ല ഇന്ന ആളെ ചെയ്ത ഷോർട്ട് ഫിലിമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്താൽ അവർ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയും. അപ്പോൾ ഇത് പലപ്പോഴും ഇതിനൊന്നും സമയം കിട്ടില്ല. നമ്മൾ ഏറ്റവും അടുത്ത ആളുകളോടാണ് പലപ്പോഴും ഇത് പറയുന്നത്. പക്ഷേ ഏറ്റവും അടുത്ത ആളുകളാണ് പലപ്പോഴും നമുക്ക് വലിയ ഭാരമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത ഒരാളുണ്ടായാലും നമ്മുടെ ഭാര്യമാരൊക്കെ ഉണ്ടോ. പല ആളുകളുടെയും സർഗശേഷിയെ തളർത്തി കളഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞത് ഭാര്യമാരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെ സംഭവങ്ങളും നടന്നിട്ടുണ്ട്. കാരണം നല്ല ഒരു ഗായകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേജിലൊന്നും പാടാത്തിരുന്നിട്ടുണ്ട്. നന്നായി അഭിനയിക്കുന്ന ഒരാൾ പിന്നെ അഭിനയം നിർത്തിയിട്ടുണ്ട്. മിമിക്രി ചെയ്യുന്ന ആളുകൾ അത് നിർത്തിയിട്ടുണ്ട്. നന്നായി ചിത്രം വരക്കുന്ന ആളുകൾ നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ പേഴ്സണലായിട്ടുള്ള അറിവിലുള്ള ചില ആളുകളുണ്ട്. അങ്ങനത്തെ കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യമാരുടെ ഇടപെടലുകളുണ്ട്. അപ്പോൾ ഇത്തരം പ്രോത്സാഹനങ്ങളല്ല നമുക്ക് വേണ്ടത്. ഇത്തരം പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളല്ല നമ്മൾ സമീപിക്കേണ്ടത്.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, നമ്മുടെ മലയാളികൾ ലോക അടിസ്ഥാനത്തിൽ തന്നെ വളരെ മികച്ച ആളുകളായിട്ടാണ് പല രാജ്യക്കാരും പറയാറുള്ളത്. വളരെ ഉഷാറുമാണ്, ആൾ മോശക്കാരെന്നല്ല. പക്ഷെ ഇവർക്ക് ഈ മികച്ച അവസ്ഥ ഉള്ളതോടുകൂടി തന്നെ മറ്റൊരു സംഗതി കൂടിയുണ്ട്, വിമർശിക്കാനുള്ള അപാരമായ ഒരു കഴിവും കൂടിയുണ്ട്. എന്തിനാണ് വിമർശിക്കുന്നത്, എങ്ങനെയാണ് വിമർശിക്കുന്നത് ഒന്നും അറിയില്ല. അതുകൊണ്ട് ഈ വിമർശകര് ഒരുപാട് ആളുകളുടെ സർഗശേഷിയെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് യൂട്യൂബൊക്കെ തുറന്നാലും അറിയാം. ഇപ്പോൾ ഈ സിനിമ വിമർശകനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാളുണ്ട്, സിനിമയെ വിമർശിക്കുന്ന ആൾ. അത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സിനിമയൊക്കെ അതില്ലാതായി പോവാണ്. അപ്പം ഇത് വിമർശനമല്ല ശരിക്ക് ഏത് സംഗതിക്കും വേണ്ടത്, നിരൂപണമാണ് വേണ്ടത്. എന്താ നിരൂപണം വിമർശനം തമ്മിലുള്ള വ്യത്യാസം? വിമർശനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിരിക്കും. നിരൂപണം എന്ന് പറഞ്ഞാലോ അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും പറഞ്ഞതിന് ശേഷം പോരായ്മ വളരെ സ്നേഹബുദ്ധിയ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ നമ്മൾ എന്തോ കാരണം കൊണ്ട് എല്ലാ സംഗതിയെയും വിമർശിച്ച് ശീലിച്ചിട്ടുണ്ട്. വിമർശിക്കണം, വിമർശിക്കേണ്ടെന്നല്ല. നമ്മൾ കാശ് കൊടുത്തിട്ട് നമ്മളെ കാശെടുത്ത് ഒരാൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിട്ടില്ലെങ്കിൽ നമ്മൾ വിമർശിക്കണം. അതിനവിടെ വിട്ടുവീഴ്ച ചെയ്യണമെന്നില്ല. ഉദാഹരണമായിട്ട് ഗവൺമെന്റിനെ നമ്മൾ വിമർശിക്കാറില്ല. ഏത് ഗവൺമെന്റ് ആയാലും, ഏത് മാറി മാറി വരുന്ന ഗവൺമെന്റിനൊക്കെ നമ്മൾ വിമർശിക്കണം. നമ്മൾ മീൻസ് എല്ലാവരും വിമർശിക്കാറുണ്ട്. കാരണം നമ്മുടെ നികുതി പണം കൊണ്ട് ചെയ്യേണ്ട പല സംഗതി അവർ കൃത്യമായി ചെയ്യാത്തതുകൊണ്ട് വിമർശിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഒരു വീട് പണി ഒരാളെ കോൺട്രാക്ടറെ ഏൽപ്പിച്ച് നമ്മൾ കാശ് കൊടുത്ത് ചെയ്യിക്കുക, നമ്മൾ നല്ല വിമർശിക്കും ചിലപ്പോൾ. ഇത്ര വിമർശനമല്ല പറയുന്നത്. നമ്മുടെ കാശ് എടുത്തിട്ടല്ല ചെയ്യുന്നത്, നമ്മുടെ സമയം എടുത്തിട്ടില്ല, നമ്മളെ അവർ ഒരു നിലക്കും പങ്കാളിയാക്കിയിട്ടില്ലാത്ത ഒരു സംഗതി, ഒരു സർഗാത്മക സൃഷ്ടി, ഇതിനെ വിമർശിക്കുമ്പോൾ വിമർശന സ്വഭാവം കാണിക്കാൻ പാടില്ല, നിരൂപണേ പറ്റുള്ളൂ. അതിൻ്റെ നല്ല വശങ്ങളൊക്കെ എടുത്ത് പറയണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, നമ്മളെ വീട്ടിൽ ഭാര്യ നല്ലൊരു കറി ഉണ്ടാക്കി, നമ്മൾ ചോറ് തിന്നുക. അപ്പോൾ കറിയിൽ എന്തോ നമുക്ക് ഉദ്ദേശിക്കാത്ത സംഗതികളൊക്കെ, രുചികളൊക്കെ ഉണ്ട്, എരിവ് കൂടുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിൽ രുചികളോ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകിയിട്ട് നമുക്ക് അവരോട് പറയാം, നീ ഇന്നലെ ഉണ്ടാക്കിയ കറി നല്ല ഉഷാറായിരുന്നു, മെനിയാന്നുണ്ടാക്കിയ ഉപ്പേരിയൊക്കെ വളരെ മികച്ചായിരുന്നു, എനിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ അറിയാം, ഫുഡ് പാചകം ചെയ്യാനൊക്കെ അറിയാം, പക്ഷെ ഇന്ന് എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലേ, എന്തോ ഒരു അശ്രദ്ധ കുടുങ്ങിയിട്ടുണ്ട്, കുഴപ്പമില്ല, ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇതാണ് ശരിക്കും നിരൂപണം. അവർ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ എടുത്ത് പറയാം. ഒരു സ്കൂളിലെ ഒരു ഹെഡ് മാസ്റ്റർ ഒരു സഹപ്രവർത്തകനെ വിളിച്ചിട്ട് പറയാം, പിന്നെ ഞാൻ ഈ സ്കൂളിലെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളെയാണ് ഏൽപ്പിക്കാറുള്ളത്. എന്താ വെച്ചാൽ നിങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യും, കൃത്യസമയത്ത് ചെയ്ത് തീർക്കും, അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് നിങ്ങളെയാണ് ഏൽപ്പിക്കാറുള്ളത്. ആ പിന്നെ ഉത്തരവാദിത്വം എനിക്ക് നിങ്ങളോട് വലിയ താല്പര്യമാണ്, നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് വലിയ ധൈര്യമാണ്, വിശ്വാസമാണ്. പക്ഷേ ഇന്നലെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരുന്ന ആ ഒരു പേപ്പറിൻ്റെ ഒരു റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ടാവില്ലേ, എന്തായിരിക്കും അത് എന്ന് ചോദിക്കുമ്പോൾ ആ അധ്യാപകനുണ്ടാകുന്ന ഒരു വലിയ ഇതുണ്ടല്ലോ, അത് നിരൂപണം. അത് പിന്നെ വിമർശനം, ഈ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങളിലും വിമർശിക്കുകയും ചെയ്യാം. അവിടെ ഒന്ന് വേദനിപ്പിക്കുന്നതാണ്, മറ്റത് വളരെ പ്രോത്സാഹിപ്പിക്കുന്നതും വിശ്വാസം കൂട്ടുന്നതും ഒക്കെ. അപ്പൊ നമ്മുടെ സർഗസൃഷ്ടികളെ, പ്രത്യേകിച്ച് കുട്ടികളുടെ സർഗസൃഷ്ടികളെ നമ്മൾ നിരൂപണം ചെയ്യുകയെ പാടുള്ളൂ, എല്ലാം നല്ല വശങ്ങൾ പറഞ്ഞതിന് ശേഷം. ഇത് നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു വിഷയത്തിലും ഇപ്പൊ കാണാറ് കുറവാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മളൊക്കെ, ഫേസ്ബുക്കിലൊക്കെ എന്തെല്ലാം വിമർശനങ്ങളും കാര്യങ്ങളും ആവശ്യമില്ലാത്തതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാം. യൂട്യൂബിലെ വീഡിയോ ഒക്കെ അടിയിൽ നിന്ന് കമൻസുകൾ അറിയാം, എല്ലാത്തിനും നമുക്കറിയാം വിമർശന സ്വഭാവം. ഇത് പല സർഗാത്മക ശേഷികളെയും ഇല്ലാതാക്കിയിട്ടുണ്ട് ഈ വിമർശനം. ഈ വിമർശനത്തെ ഭയന്നുകൊണ്ട് എഴുതാൻ കഴിവുള്ള ആളുകൾ എഴുതാതിരുന്നിട്ടുണ്ട്, ചെയ്യാൻ കഴിവുള്ള ആളുകൾ ചെയ്യാതിരുന്നിട്ടുണ്ട്. കാരണം ഈ കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, കവികളൊക്കെ ബേസിക്കലി ഇവരൊക്കെ വളരെ സെൻസിറ്റീവായിരിക്കും. അതുപോലെ ചിത്രം വരക്കുന്ന ആളുകൾ, ഇവരൊക്കെ ഇങ്ങനത്തെ ആളുകളൊക്കെ, അതായത് സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഏത് മേഖലയിലായാലും അവരൊക്കെ വളരെ സെൻസിറ്റീവായിരിക്കും. ഇവർക്ക് വിമർശനങ്ങൾ വല്ലാതെ വേദനിപ്പിക്കുക. അപ്പോൾ ചില ആളുകൾ കടുത്ത തീരുമാനങ്ങൾ എടുത്തു കളയും.
ആർക്കും വേണ്ട വേണ്ട എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിമർശകർ പേടിച്ചിട്ട് നമ്മുടെ സർഗശേഷി ഇല്ലാതാക്കല്ല, അവരെ നമ്മൾ അവഗണിക്കാൻ കഴിയണം. അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അവരെ വിമർശനം കൊണ്ട് നമ്മളെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണം നമ്മുടെ സർഗശേഷി വളർത്തുമ്പോൾ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ ഒരു ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പല കുട്ടികളെയും ആദ്യം തളർത്തുന്ന രക്ഷിതാക്കളാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതിരിക്കരുത്. പല കുട്ടികൾ പഠനത്തിൽ മികച്ചതാവണം എന്നത് കരുതിക്കൊണ്ട് അവരുടെ മറ്റുള്ള സർഗശേഷികളെ എല്ലാം നമ്മൾ തളർത്തി കളയും. ഇതൊക്കെ വളരെ അപകടം ഉണ്ടാകുന്ന ചില അവസ്ഥകളാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ സർഗശേഷി എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി, സമൂഹത്തിന് ആവശ്യമുള്ളതും നമ്മുടെ ശേഷിയും കൂടിയതാണ് നമ്മുടെ സർഗാത്മകത. സമൂഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ, നമുക്ക് ശേഷിയും ഉണ്ടെങ്കിൽ അതിന് വളരെ വളർന്നുകൊണ്ടിരിക്കും. അത് വിമർശനങ്ങളെ അതിജീവിച്ച് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ സമൂഹത്തിന് ആവശ്യമുള്ള ഒരു സംഗതിയായിട്ട് മാറ്റാൻ കഴിയണം. പലപ്പോഴും ചില ആളുകൾ അവരുടെ ആവിഷ്കാരങ്ങൾ അങ്ങോട്ട് നടപ്പിലാക്കും. ഇത് സമൂഹത്തിന് ആവശ്യമുണ്ടോയെന്നോ സമൂഹം ഇത് എങ്ങനെ എടുക്കുന്നോന്നും മനസ്സിലാക്കാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചില സിനിമകൾ കണ്ടില്ല, ചില അവാർഡ് സിനിമകളൊക്കെ തിയേറ്ററിൽ ആളില്ലാതെ അങ്ങനെ കളിച്ചു പോകുന്നൊക്കെ അതിന് കാരണം അതാണ്. ഇപ്പോൾ ഉള്ള ചില പ്രഗത്ഭ നടന്മാരൊക്കെ അവർ സമൂഹത്തിന് എന്താ കൊടുത്തതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നും ഇല്ലെങ്കിൽ പോലും തിയേറ്ററിൽ എത്തുമ്പോൾ ഇവരെ എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്. അവരെ സമൂഹത്തിന് ആവശ്യമുണ്ട് എന്നുള്ള സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ സർഗാത്മകത വളർത്താൻ ആവശ്യമാണ്. സമൂഹത്തിന് ആവശ്യമുണ്ടാവുകയും നമ്മുടെ ശേഷിയും കൂടിച്ചേരുക എന്നുള്ളത്. പിന്നെ ഞാൻ സംസാരം അവസാനിപ്പിക്കും. ഇനി നമ്മുടെ ഇതിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുള്ളൂ. ഇത് വലിയൊരു വിഷയമാണ്. കുറച്ച് സമയം കൊണ്ട് പറഞ്ഞ് എവിടെ എത്തിക്കാനൊന്നും കഴിയുന്ന വിഷയമല്ല. പിന്നെ കൂട്ടത്തിലൊരു കാര്യം കൂടി പറയുന്നത്, സർഗാത്മകത എന്ന് പറയുന്നത് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ കലയും സാഹിത്യവും സംഗീതവും ചിത്രം വരയും മാത്രമൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ്. സർഗാത്മകത ഉള്ള ഒരു കച്ചവടക്കാരന് കച്ചവടം കൂടും, സ്വാഭാവികമാണ്. സർഗാത്മകതയുള്ള ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് കുടുംബം എപ്പോഴും സ്വർഗമാക്കും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം, സംഭവിച്ചൊരു ഉദാഹരണമാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു ഒരിക്കൽ. ഈ സുഹൃത്ത് അവിടെ അന്ന് മീൻ കറിയും ഉണ്ട്, മുരിങ്ങൻ്റെ കറിയുണ്ട്, മുരിങ്ങ ഇല ഉണ്ടാക്കിയ കറി. അപ്പോൾ ഗസ്റ്റിന് വേണ്ടി ഇയാൾ ഈ മുരിങ്ങൻ്റെ ഇലയുടെ കറികൾ ഒഴിക്കാൻ വേണ്ടി ഇങ്ങനെ കോരി നോക്കുമ്പോൾ അതിലൊരു മുടി ഇയാൾ പെട്ടെന്ന് കണ്ടു. വേഗം കറി അവിടെ തന്നെ വെച്ചു. എന്നിട്ട് മീൻ കറി ഒഴിച്ചു കൊടുത്തു. അങ്ങക്ക് മീൻ കറിയാണല്ലേ ഇഷ്ടം എന്നാ തോന്നുന്നത്, മീൻ കറി കൂട്ടി കഴിക്കുന്നു. മീൻ കറി ഒഴിച്ചു കൊടുത്തിട്ട് ഈ മുരിങ്ങൻ്റെ കറിയിൽ ഉപ്പ് കുറവുണ്ട്, സംശയമുണ്ട്, ഞാനത് വിട്ട് വരാമെന്ന് പറഞ്ഞ് ഇയാൾ അടുക്കളയ്ക്ക് പോയി പാത്രം എടുത്തിട്ട്. എന്നിട്ട് വൈഫിനോട് പറഞ്ഞു, പിന്നെ ഈ ഒരാള് വീട്ടിലെ ഗസ്റ്റ് വരുമ്പോഴേ ഒന്നുകിൽ രണ്ടാൾക്കും കൊടുക്കാനുള്ളത് അതിലിടുക, അല്ലെങ്കിൽ തീരെ ഇടാതിരിക്കുക, അതാ ചെയ്യേണ്ടത്. അപ്പോൾ ഭാര്യ എന്താ കളി പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അവൻ ഇതിൽ ഒരു മുടിയേ ഉള്ളൂ, 2 മുടി ഇട്ടായിരുന്നെങ്കിൽ 2 ആൾക്ക് കൊടുക്കായിരുന്നു, ഇതിൽ 1 മുടിയേ ഇട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ആലോചിച്ച് നോക്കിയാൽ ഇത്ര സർഗാത്മകമായിട്ടാണ് ആ സുഹൃത്ത് അത് കൈകാര്യം ചെയ്തത്. ആ വൈഫിന് അയാളോട് എന്തൊരു റെസ്പെക്റ്റും സ്നേഹവും ഉണ്ടായിട്ടുണ്ടാവും. ഇവിടെ സാധാരണഗതിയിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ സംഭവിക്കൽ. അപ്പൊ ജീവിതത്തിൽ ഉടനീളം ഈ ഒരു സർഗാത്മക പാലിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പെരുമാറ്റവും സ്വഭാവമൊക്കെ മാറ്റുകയാണെങ്കിൽ തന്നെ നമ്മൾ ആളുകൾക്ക് വേണ്ടപ്പെട്ടവനാവും. 100% എപ്പോഴും ഇങ്ങനെ പെരുമാറാനൊന്നും കഴിയില്ല കേട്ടോ, അതൊന്നും പ്രായോഗികമല്ല. ഞാൻ പറഞ്ഞത് കോമൺ ആയിട്ടുള്ള ഒരു സംഗതിയാണ് പറഞ്ഞത്. നമ്മുടെ മറ്റുള്ള ഇമോഷൻസിനും പ്രാധാന്യമുള്ളത് കൊണ്ട് അതൊക്കെ സംഭവിച്ചെന്ന് വരും. അപ്പോൾ പിന്നെ ഒറ്റ വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നമ്മൾ സാധാരണ ഈ എഴുത്തുകാരോടൊക്കെ എപ്പോഴും പറയാറുണ്ട്, വായിക്കണം, നന്നായി വായിക്കണം, വായിച്ചിട്ട് ആണ് പിന്നെ നമ്മളെ സൃഷ്ടികൾ ഉണ്ടാക്കേണ്ടതൊക്കെ. ഇത് വേണ്ടെന്നല്ല, പക്ഷെ ഈ വായിക്കുന്നത് അനുകരിക്കാനാവരുത് എന്നുള്ളത് കൂടി അവരെ പഠിപ്പിക്കണം. നമ്മൾ ഒരു സൃഷ്ടിയും അനുകരണത്തിലൂടെ അത് പിന്നെ എവിടെ എത്തിക്കാൻ കഴിയാറില്ല.
വായന എന്ന് പറയുന്നത് നമ്മുടെ ഭാവന വളർത്താനും പദസമ്പത്ത് കൂട്ടാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഒരാളുടെ ശൈലി എടുക്കാനൊന്നും ആവരുത്. അതുകൊണ്ട് നമ്മൾ എന്ത് സംഗതിയും ഇങ്ങനെ വേണം എന്ന് പറയുമ്പോൾ, ഒരു സംഗതി കൊടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യകത കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇനി 3 മിനിറ്റ് ആണ് എനിക്ക് സംസാരിക്കാൻ ബാക്കിയുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒറ്റ ഇതിൽ ചോദ്യത്തിലൊക്കെ പറയാനുണ്ടെങ്കിലുള്ള സമയം തരികയാണ്. ഹലോ സർ, സാറ് പറഞ്ഞു കുട്ടികള് ഏതെങ്കിലും കാര്യങ്ങളിൽ മുഴുകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ സോറി, ചെയ്യുക. അല്ലാതെ രണ്ടാമത്തത് ഒന്നുകൂടി പറയാം സാർ. അതായത് കുട്ടികൾ ഏതെങ്കിലും കാര്യങ്ങളിൽ മുഴുകുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു ട്രെയിറ്റ് ആണെന്ന് മനസ്സിലാക്കാന്ന് സാറ് പറഞ്ഞു. വേറെ രണ്ട് കൂടി കാര്യങ്ങളും കൂടി കേട്ടാൽ കൊള്ളാന്നുണ്ട്. സർഗാത്മകത ഏതിലാണെന്ന് അറിയാനുള്ള വഴികള്. അത് പിന്നെ നമ്മൾ സമയം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ അവര് ഒരു സംഗതി മുഴുകുന്നില്ലെങ്കിലും മറ്റൊരു സംഗതിയിൽ നിന്ന് താല്പര്യം ഇല്ലാതിരിക്കുന്നതും ഇതിൻ്റെ ഒരു വശമാണ്. ചില സംഗതി നമ്മൾ നിർബന്ധിച്ച് ചെയ്യിക്കുന്ന സംഗതി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അവർക്ക് തീരെ അതിൽ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ അത് അവരുടെ സർഗാത്മകതയുമായി ബന്ധപ്പെട്ടതല്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് കണ്ടെത്തണം. അത് ഓരോരുത്തരും വ്യത്യസ്തമായ സംഗതികളായതുകൊണ്ട് കണ്ടെത്തുക തന്നെ വേണം. ഇത് പലപ്പോഴും നമ്മൾ ഇല്ലാത്ത സംഗതികൾ, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു കുട്ടിയെ കുട്ടിയെ ഡോക്ടറാക്കി കഴിഞ്ഞാൽ ഇയാൾ ആ പ്രൊഫഷനിൽ പരാജയപ്പെട്ടു പോണതിന് കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സംഗതി നിർബന്ധിച്ച് ജയിച്ചതുകൊണ്ടാണ്. പിന്നെ അത് കണ്ടെത്തുന്നത് അവരുടെ അപ്പിയറൻസ്. ഇപ്പോൾ ഉദാഹരണം സംഗീതത്തിൽ താല്പര്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ മൂളിപ്പാട്ട് പാടി നടന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഡെസ്കോ ബെഞ്ചോ കിട്ടുമ്പോൾ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. ഒരു താളബോധം അങ്ങനെ കാണിക്കും ഓരോ സംഗതി. അപ്പോൾ സംഗീതത്തിൽ താല്പര്യമുണ്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കണത്. അവന് സംഗീതത്തിൽ താല്പര്യമുണ്ട് എന്ന് അവന് പറയാൻ കഴിയില്ല, കാരണം അവൻ്റെ ഇത് അവിടെ അല്ല കിടക്കുന്നത്. അപ്പോൾ ഇൻബോണായ ഒരു സംഗതിയാണ്, ദൈവം കൊടുക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് നമ്മളത് കണ്ടെത്തണം. ഇത് വലിയൊരു വിഷയം. താങ്കൾ ചോദിച്ചത് വലിയൊരു ഉത്തരം പറയേണ്ട വിഷയമാണ്. ഒറ്റയടിക്ക് പറയാൻ സമയമില്ലാത്തത്. സാറേ, ചിലര് നന്നായിട്ട് പാടാൻ കഴിവുള്ളവർ തന്നെ ചില അവസരങ്ങൾ കിട്ടുമ്പോൾ പിറകോട്ടടിക്കുന്ന കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അത് ഈ അപകർഷതാബോധം അവരെ ഏതോ ഒക്കെ നിലക്ക് പിടികൂടിയിട്ടുണ്ടാവും. വലിയ നമ്മൾ സ്വന്തം സൃഷ്ടിക്കുന്ന ഒരു ജയിലാണ് അപകർഷതാബോധം എന്ന് പറയുന്നത്. ഇത് ആരോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കുടുംബമാണോ മറ്റുള്ള സുഹൃത്തുക്കളാണോ ആരോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. അത് പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് അപകർഷതാബോധം മാറ്റിയെടുക്കുകയും ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്തുകൊണ്ട്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും തുടക്കം തന്നെ ഗംഭീരമാവുകയോ പെർഫെക്ഷനാവുകയോ പൂർണ്ണമാവുകയും ചെയ്യൂല, വീഴ്ചകളുണ്ടാവും, അടുത്തതിൽ ഞാൻ ശരിയാക്കും എന്നുള്ള ഒരു പിന്നെ പവർ മൈൻഡ് സെറ്റൊക്കെ ഉണ്ടാക്കിയെടുത്ത് മാറ്റിയെടുക്കേണ്ടതാണത്. അപകർഷതാബോധം എന്ന് പറഞ്ഞാൽ വലിയൊരു സബ്ജക്റ്റാണ്, നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ടായിരിക്കണം. താങ്ക് യു സർ. 2 മിനിറ്റ് കൂടി ഉണ്ട്. ഇതിലുണ്ടെങ്കിൽ തീർക്കല്ലേ അവസാനിപ്പിക്കും. ജസ്റ്റിറ മാം വൈൻഡപ്പ് ചെയ്തു. ഓക്കെ മാം. ഈ 265 പുലർക്കാല വേളയിൽ സർഗശേഷി വളരുന്ന വഴി എന്ന വിഷയത്തിൽ ലളിതസുന്ദരമായി സംസാരിച്ചിരിക്കുന്നത് സലാം കൊടിയത്തൂർ സാറാണ്. ഏറെ കാലം മുന്നേ വ്യത്യസ്ത ശൈലിയിലൂടെ തൻ്റെതായ ഇടം സമൂഹത്തിലെത്തിച്ച അദ്ദേഹത്തിൻ്റെ ഹോം സിനിമകൾ എപ്പോഴും ഇന്നും ഹൃദ്യമായ ഓർമ്മകളാണ്. കുടുംബ ബന്ധങ്ങളുടെ കഥകൾ, സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ, പ്രവാസ ജീവിതം തുറന്നു കാട്ടിയ നല്ല ചിന്തയെ ഉണർത്തുന്ന, അല്ലെങ്കിൽ ഒരുപാട് നമ്മെ പ്രവാസികൾ ആരെന്ന് നമ്മളിലേക്ക് എത്തിച്ച കഥകൾ, മലബാർ ശൈലിയിലുള്ള നർമ്മം, വെറുമൊരു വിനോദത്തിനപ്പുറം നല്ല ചിന്തോദ്ദീപകമായ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകിയിരുന്ന അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വാക്കുകൾ നല്ലൊരു ഹോം സിനിമ കണ്ടതുപോലുള്ള പ്രതീതിയാണ് നൽകിയിരിക്കുന്നത്. ലളിത സുന്ദരമായ സംസാര ശൈലിയിലൂടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഇതിലെങ്ങനെ കഴിവിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരാമെന്നത്, നമ്മുടെ കഴിവിനെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെ സർ
പറയുന്നത് വിമർശനങ്ങളല്ല മനുഷ്യനെ വളർത്തുന്നതെന്നും നിരൂപണങ്ങൾ നേടേണ്ട വ്യക്തികൾ ആരാണെന്നും ഏത് രീതിയിലാവണമെന്നും നല്ല ഉദാഹരണങ്ങളിലൂടെ വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുകയാണ്. ഓരോ ആളുകളെയും തളർത്തുകയല്ല വേണ്ടത്, വളർത്തുകയാണ് എന്ന നല്ലൊരു സന്ദേശം സാർ നമുക്കായി നൽകി മടങ്ങുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അതിനായി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനായി ഇവിടെ നമ്മോട് സംസാരിച്ച സലാം സാറിന് ഹൃദ്യമായ നന്ദി ഡിവിഷന്റെ പേരിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം എന്നും ഈ ഒരു സുപ്രഭാതം മനോഹരമാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ നന്ദി, കൂടാതെ എൻ്റെ സഹപ്രവർത്തകർക്ക് സ്നേഹാശംസകൾ അറിയിക്കുന്നു.